നമുക്കുമറിയാം ചാനലിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതിശക്തിയേറിയ ഫലവത്തായ കാര്യസാധ്യ മന്ത്രമാണ്. ഇത് ഭഗവതി മന്ത്രമാണ്. ചാമുണ്ടേശ്വരി ദേവിയുടെ അതിശക്തിയേറിയ മന്ത്രങ്ങളിൽ ഒന്നാണ് ഈ കാര്യസാധ്യ മന്ത്രം. ചാമുണ്ടേശ്വരി ദേവിയെ മനസ്സിൽ സങ്കല്പിച്ച് നമുക്ക് ഏത് ആഗ്രഹമാണോ സാധിക്കേണ്ടത് അത് മനസ്സിൽ വിചാരിച്ച് വിശ്വാസപൂർവം ദിവസവും 21 തവണ ഈ മന്ത്രം ജപിച്ചാൽ 21ാമത്തെ ദിവസം നിങ്ങൾ ഏത് കാര്യമാണോ മനസ്സിൽ വിചാരിച്ചത് അത് നടക്കും എന്നതാണ്. ഈ മന്ത്രം വൈകിട്ട് വിളക്ക് തെളിയിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ദേവീക്ഷേത്രങ്ങളിൽ പോകുമ്പോഴോ ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. ഈ മന്ത്രം ജപിക്കുമ്പോൾ ശുദ്ധിയുള്ള വസ്ത്രം ധരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ മത്സ്യമാംസാദികൾ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ മത്സ്യമാംസാദികൾ ഒഴിവാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ ഈ മന്ത്രം ജപിക്കുന്നതിന് 4 മണിക്കൂർ മുൻപ് കഴിച്ച് ദേഹശുദ്ധി വരുത്തി ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. അതുപോലെ ഈ മന്ത്രം ജപിക്കുമ്പോൾ വെറും നിലത്തിരുന്ന് ജപിക്കാൻ പാടില്ല. നിലത്ത് പലകയിലോ അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള തുണി വിരിച്ചോ അല്ലെങ്കിൽ പുൽപ്പായയിലോ ഇരുന്ന് വേണം ഈ മന്ത്രം ജപിക്കേണ്ടത്. ഏത് കാര്യസാധ്യത്തിനും ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. അതിശക്തിയേറിയ വേഗം ഫലം ലഭിക്കുന്ന മന്ത്രമാണിത്. ഇപ്പോൾ നമ്മുടെ കർമ്മദോഷം കൊണ്ട് കയ്യിൽ വന്നത് നമ്മുടെ കൈവിട്ട് പോകുന്നത്, അതുപോലെ കുട്ടികളുടെ പഠനത്തിൽ മേന്മ ലഭിക്കാനും, അതുപോലെ തന്നെ വിവാഹദോഷങ്ങൾ അകലുവാനും, ശീഘ്രം വിവാഹം നടക്കുവാനും, സന്താന സൗഭാഗ്യം ലഭിക്കുവാനും, അതുപോലെ തന്നെ ശത്രു ദോഷങ്ങൾ അകലുവാനും, നല്ലൊരു ഐശ്വര്യപൂർണമായ ജീവിതം ലഭിക്കുവാനും, നല്ല ജോലികൾ ലഭിക്കുവാനും, അതുപോലെ തന്നെ നമുക്കൊരു വസ്തു വാങ്ങണം എന്നുണ്ടെങ്കിൽ, അതുപോലെ ഒരു വീട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ മന്ത്രം ഭക്തിപൂർവം അതോടുകൂടി ശുദ്ധിയോടും അമ്മയെ മനസ്സിൽ ആവാഹിച്ച് സങ്കല്പിച്ച് നിത്യവും ജപിച്ചു വന്നാൽ നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കും എന്നതാണ്. അതുപോലെ നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചാൽ ഫലം ഇരട്ടിയാകും എന്നതാണ്. അതുപോലെ ഗുരുവര്യന്മാർ വേറെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും നാരങ്ങ വിളക്ക് തെളിയിച്ച് ഈ മന്ത്രം ജപിച്ചാൽ ഫലം വേഗം ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ മന്ത്രം നല്ല കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുക. അല്ലാത്തപക്ഷം അവർക്ക് തന്നെ തിരിച്ചടി ലഭിക്കും എന്നതാണ്. അങ്ങനെ ഉണ്ടായ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മന്ത്രം ഇതാണ്: ഓം നമോ ഭഗവതി ജയ ജയ ചാമുണ്ടേ സർവദുഃഖശമനി സർവദാരിദ്ര്യനാശിനി സർവമന്ത്രാധികാരിണി സർവശത്രു വിനാശിനി സർവപാപനാശിനി സർവദോഷനിവാരിണി മമ കാര്യസാധ്യം കുരു കുരു സ്വാഹ. മന്ത്രം ഒന്നുകൂടെ പറയാം.
ഓം നമോ ഭഗവതി ജയ ജയ ചാമുണ്ടേ സർവദുഃഖശമനി സർവദാരിദ്ര്യനാശിനി സർവമന്ത്രാധികാരിണി സർവശത്രുവിനാശിനി സർവഭാവനാശിനി സർവദോഷ നിവാരിണി മമ കാര്യസാധ്യം ഗുരു ഗുരു സ്വാഹ. ഓം നമോ ഭഗവതി ജയ ജയ ചാമുണ്ടേ സർവദുഃഖശമനി സർവദാരിദ്ര്യനാശിനി സർവമന്ത്രാധികാരിണി സർവശത്രുവിനാശിനി സർവപാവനാശിനി സർവദോഷനിവാരിണി മമ കാര്യസാധ്യം ഗുരു ഗുരു സ്വാഹ. അപ്പോൾ എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇതുപോലുള്ള അറിവുകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.